സങ്കടം സഹിക്കാൻ വയ്യാതെ നന്ദു ആ കടുങ്കൈ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരനക്കവും ഇല്ലാതാവുന്നു. പെട്ടെന്നാണ് കനകൻ ഞെട്ടി എഴുന്നേക്കുന്നത്. അതൊരു സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ. എന്നാൽ തമിഴിൽ കാണുന്ന സ്വപ്നം വേറെയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പുറകെ പറയാം. അപ്പോൾ അതൊരു സ്വപ്നം തന്നെ ആകാനാണ് 90% ചാൻസ്. അങ്ങനെ അവൾ ചാടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്താ കനകം, എന്താ പറ്റിയെന്ന് ചോദിച്ച് ഗോവിന്ദൻ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവൾ ഈ ഫോട്ടോ ഉണ്ടല്ലോ, അതായത് അനിയുടെ ഫോട്ടോ ടേബിളിൽ തന്നെ വെക്കുന്നുണ്ടായിരിക്കും. അത് പിന്നീട് നടന്നു പോകുന്ന വഴിക്ക് ഗോവിന്ദൻ കാണുകയാണ് ആ ഫോട്ടോ. അങ്ങനെ ഗോവിന്ദൻ പോയിട്ട് ആ ഫോട്ടോ ഇങ്ങനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ അനിയുടെ ഫോട്ടോയും പുറകിൽ ഐ ലവ് യു എന്ന് എഴുതിയതും കാണുന്ന ഗോവിന്ദൻ ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കനകം വരികയാണ്. അത് ഏട്ടാന്ന് പറയുമ്പോഴേക്കും എന്താ കനകം ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ പേരിലാണ് നന്ദുവിനെ അടിച്ചത്, സത്യം എന്നോട് പറ എന്ന് പറയാണ്. ഏട്ടൻ അറിഞ്ഞാൽ ഏട്ടനെ സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് ഞാൻ പറയാഞ്ഞതാ. ഇത് നമ്മുടെ നന്ദുമോളുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇത് അറിഞ്ഞിട്ടാണ് ഞാൻ അവളെ വഴക്ക് പറഞ്ഞത്. കുറേ ദിവസമായിട്ട് അവൾ മൂഡ് ഓഫ് ആയിരുന്നല്ലോ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എനിക്ക് കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണ് അവളിങ്ങനെ ഒരു സമാധാനം തെറ്റിയ പോലെ നടക്കുന്നത്. എല്ലാത്തിനും കാരണം ഈ ഒരു ഫോട്ടോയാ എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ മനസ്സിൽ ഇങ്ങനൊരു ഇതുണ്ടോ എന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കനകം ഗോവിന്ദനോട് പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, എന്നിട്ട് നീ എന്നോടെന്താ പറയാൻ ചോദിക്കുമ്പം അത് സത്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് പറയാഞ്ഞത്. ഇതറിഞ്ഞപ്പോഴും നിങ്ങൾക്ക് വിഷമമാണെന്ന് കരുതിയിട്ട് ഞാൻ മറച്ചു വെക്കാൻ ശ്രമിച്ചതാ. എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇപ്പം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ആ സ്വപ്നം കണ്ട് ഞെട്ടിപ്പോയ ഗോവിന്ദേട്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ കഥകയിലോട്ട് പോയി രണ്ടുപേരും കിടന്ന് മുട്ടുന്നുണ്ട്. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഡോറ് തുറക്കുകയാണ്. എന്താ അമ്മയും ചോദിക്കുമ്പം ഒന്നുമില്ല മോള് വാ അമ്മയുടെ കൂടെ കിടക്കാമെന്ന് പറയുമ്പം എന്താ അമ്മ ഇത്, ഞാൻ കൊച്ചു കുട്ടികളാണോ, സാരില്ല ഞാനിവിടെ കിടന്നോളാം എന്ന് പറയാണ്. അല്ല മോൾ എൻ്റെ മുറിയിലേക്ക് വാ, നമുക്ക് അവിടെ ഒരുമിച്ച് കിടക്കാമെന്ന് പറയുന്നുണ്ട്. വേണ്ടമ്മേ നിങ്ങൾ പൊക്കോന്ന് പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ വന്നിട്ട് പറയാണ്, മോളെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരാളെ പ്രണയിക്കുന്നത് അത്രയുള്ള തെറ്റൊന്നുമല്ല, ഒരിക്കലും ഞാനതിനെ മോളെ വഴക്ക് പറയുകയില്ല. പക്ഷേ മോള് സ്നേഹിച്ച ആളാണ് തെറ്റായിപ്പോയത്. മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, നിന്റെ ചേച്ചിമാർ അടക്കണം അനുഭവിക്കുന്ന എല്ലാം അറിയാമെന്നല്ലേ. അത്രയും വലിയ കോടീശ്വരി കുടുംബമാണെന്നുണ്ടോ എല്ലാ കാര്യമുണ്ടോ, മോളുടെ ചേച്ചി അടക്കണമെന്ന് ചെയ്യുന്ന ജോലികൾ മോള് കാണുന്നതല്ലേ, ചേച്ചിക്ക് ഒരു സമാധാനമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകം പറയാണ്, ഗോവിന്ദനോടൊന്ന് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേങ്കിൽ ഗോവിന്ദനോട് തന്നെ എല്ലാം മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, എന്നാലും ഞാൻ അറിയേണ്ടതല്ലേ, അത് സാരമില്ല, എൻ്റെ മോൻ്റെ മനസ്സിൽ നിന്ന് അവനെ അങ്ങ് പറിച്ചു കളഞ്ഞേക്ക്, അവൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ, പക്ഷേങ്കിൽ ആ വധം നമുക്ക് വേണ്ട എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും മോള് അനിക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ അനിയെ സ്വപ്നം കാണുകയോ ചെയ്യരുത്. ഈ മനസ്സിൽ നിന്ന് തന്നെ അനിയെ അങ്ങ് പറിച്ചു കളഞ്ഞേക്കെന്ന് പറയുമ്പം അവൾ പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛാ, എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ മനസ്സിൽ നിന്നും അനിയെ പറിച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. സാരമില്ല, എൻ്റെ മോളതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടോ കേട്ടോ ഗോവിന്ദൻ. അങ്ങനെ അവൾ അകത്തേക്ക് കയറിപ്പോയിട്ട് ഡോർ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും അവൾ കനകം പറയാണ്, ഗോവിന്ദേട്ട എനിക്ക് വളരെ പേടിയാകുന്നു, സ്വപ്നത്തിൽ കണ്ടതുപോലെ അവളും എല്ലാം കടുകയും ചെയ്യുമോ എന്ന്. ഗോവിന്ദൻ പറയാണ്, ഇല്ല ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല, അവൾ നല്ല ബോൾഡായ പെൺകുട്ടിയാണ്, ഈ ഒരു പ്രണയം അവളുടെ മനസ്സിനെ വല്ലാതെ ഇപ്പോൾ ഒലച്ചു കളഞ്ഞതാ, അതിലൊക്കെ അവൾ വേക്കപ്പായി കയറി വന്നോളും എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. കനകം പറയാണ്, എങ്ങനെയെങ്കിലും ഈ അനിയുടെ കല്യാണം നടന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, ഇനി നിന്റെ മനസ്സിൽ വേറെ വല്ല പ്ലാനും ഉണ്ടോ, കല്യാണത്തിന് പോയിട്ട് അനിയുടെ അവിടെ പോയി വഴക്കുണ്ടാക്കി ഇവളെയും അനിയും കൂടെ കല്യാണം കഴിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ ഗോവിന്ദേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്, സത്യമായിട്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല, നമ്മളെക്കാളും താഴ്ന്ന ഒരാൾക്കാരാണെങ്കിൽ അത്രയും നല്ലത്, എന്നിട്ട് അവരുടെ കൂടെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം, ഒരു ദിവസം നമ്മുടെ മോക്ക് ഇവിടെ നിൽക്കാനെങ്കിലും സാധിക്കണം, അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഞാൻ എൻ്റെ മോളെ ഇനി പറഞ്ഞയക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, എനിക്ക് ഒത്തിരി സമാധാനമുണ്ട്, ഇപ്പോൾ നിന്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി, പണ്ട് നീ ഇങ്ങനെ നല്ലായിരുന്നല്ലോ, പക്ഷേ ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നന്ദുമോന് നല്ലൊരു ബന്ധം തന്നെ കിട്ടും, എത്രയും പെട്ടെന്ന് നീ പറഞ്ഞതുപോലെ നമുക്ക് അതിനുള്ള ആലോചനകൾ തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ പറയാണ്, നീ വിഷമിക്കണ്ട, കരയേം വേണ്ട, നയനമോളോട് ഇതൊന്നും ഇപ്പോൾ അറിയിക്കണ്ട, നമുക്കിതൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടാമെന്ന് പറയുന്നുണ്ട്. മോൻ്റെ കല്യാണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാതെ അത് മുമ്പിൽ നടത്തേണ്ട നമ്മുടെ ചുമതലയാണ്, അത് നമ്മൾ നടത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഈ മോളെ എങ്ങനെയെങ്കിലും അവിടെ കയറേണ്ടി വന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ 3 മക്കൾക്കും നമുക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്.
നയനമോള് ഈ വിവരം കാണാൻ അറിഞ്ഞാൽ അവൾ ആകെപ്പാടെ തകർന്നു പോകും. അത് മാത്രമല്ല നവ്യനെ അബിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അവൾ എന്തൊക്കെയാണ് ചെയ്തത്, അതുപോലെ തന്നെ ഇവളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാലോ. അതുകൊണ്ട് ഈ കാര്യമൊന്നും നയനമോൾ അറിയണ്ട, അവൾക്കൊന്നുകൂടി വിഷമവും കൂടെ ആവും. അതുകൊണ്ട് അവൾ ഇപ്പോൾ തന്നെ അവിടെ കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ നവ്യയ്ക്ക് ഒരു ഉളുപ്പും ഇല്ല, അവൾ ഇങ്ങനെ അവിടെ കഴിഞ്ഞു കൂടുക. പക്ഷേ നമ്മുടെ നയനമോള് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞ് ആ പാവത്തിനെ ടെൻഷൻ എടുപ്പിക്കണ്ട എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഗോവിന്ദേട്ടൻ തകർന്നു പോകുമെന്നും കരുതി ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് പറയാഞ്ഞത്. ഗോവിന്ദേട്ടൻ ഇത്ര ധൈര്യമായിട്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായെന്ന് പറഞ്ഞിട്ട് അവൾ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതേ സമയത്തിന് റൂമിലിരുന്നിട്ട് അവൾ സ്വയമേ സംസാരിക്കുകയാണ്. എന്തിനാ അനി നീ എൻ്റെ മുമ്പിലേക്ക് വന്നത്? നീ വന്നത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. നിൻ്റെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞത് ശരിയാ. അമ്മയ്ക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് നിനക്ക് എന്നോട് പ്രണയമുള്ളതുപോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അനാമികയുടെ കല്യാണത്തിന് നീ മുടക്കം പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ മനസ്സിൽ ഞാനാ ഉള്ളതെന്ന്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും ചേരണ്ടാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളിനി രണ്ടുപേരും മുതിരണ്ട. അനിയുടെ കല്യാണം ഞാൻ മുമ്പിൽ നിന്ന് നടത്തും. അതുപോലെ തന്നെ ഇനി ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരൊക്കെ തുടച്ചിട്ട് വീണ്ടും അവളോടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അബിയാണെങ്കിൽ അവളുടെ മുറിയിൽ ക്യാമറ വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ ക്യാമറയിലൂടെ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നിർമ്മൽ അവളെ വിളിക്കുന്നുണ്ട്. ഹായ് ഡാർലിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഡാർലിംഗ് ഒന്നുമല്ല, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ അനന്തപുരത്തിലെ കൊച്ചുമകനായ അബിയുടെ വൈഫാണ്. ആ ഒരു റെസ്പെക്റ്റ് മര്യാദയ്ക്ക് അതിൽ സംസാരത്തിൽ വേണം. അല്ലാതെ പണ്ടത്തെ പോലെ അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കും. മാത്രമല്ല എന്ത് വൃത്തികെട്ടാനാണ് നീ മോർഫ് ചെയ്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. ഈ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞോളാം, അതോടെ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിർമ്മല പറയാണ്, ആഹാ എങ്കിൽ നീ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറച്ചുകൂടെ ഫോട്ടോസ് അങ്ങോട്ട് അയക്കാം, ഇതുപോലെയല്ല കുറച്ച് ന്യൂഡ് ഫോട്ടോസ് അയക്കാമെന്ന് പറയുമ്പം നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. നവ്യ ചോദിക്കുകയാണ്, നീ ഇത്രയ്ക്കും വൃത്തിയോടനാണോ ചോദിക്കുമ്പോൾ സാഹചര്യങ്ങളല്ലേ ഓരോ മനുഷ്യനെ വൃത്തികെട്ടവനും നല്ലവനും പാവപ്പെട്ടവനും ഒക്കെ ആക്കുന്നത്. അത് തന്നെ ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് എന്തായാലും നിന്നെ വേണം, നീയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയാണ്, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്, ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാനോ നിന്നെ സ്നേഹിക്കാനോ പോകുന്നില്ല, അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ പറയാണ് സാരമില്ല, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അന്നത്തെ പോലെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിന് ഡീലിംഗ് ഇങ്ങനെ മുമ്പോട്ട് പോകാം. നിനക്ക് എപ്പോൾ പ്രണയം വരുന്നു അപ്പോൾ പ്രണയിച്ചാൽ മതി. അപ്പോഴേക്കും വെച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കിയിട്ട് നവ്യ ദേഷ്യപ്പെട്ട് കട്ടിലിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് താഴെ ഇരിക്കാൻ കേട്ടോ അബി ലാപ്ടോപ്പിലൂടെ കണ്ടിട്ട്, ഓഹ് എന്ത് പുണ്യവതി, പണ്ടൊക്കെ ഇവൻ്റെ കൂടെ കറങ്ങി നടന്നോളാം, ഇപ്പം കണ്ടില്ലേ അവനെ ഒഴിവാക്കി വിടുന്നത്, അത്രയ്ക്കും വൃത്തിയിട്ടോളാം നീ, എനിക്കറിയാടി, നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങി പോകുന്നത് താമസിയാതെ ഞാൻ കാണോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവ ഇങ്ങനെ സ്വന്തമായിട്ട് ഇന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ക്യാമറ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് അബി ആ ഹാളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നവ്യാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ഈശ്വര ഇവനെ എങ്ങനെയൊന്ന് അവോയ്ഡ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അബിയോട് പറയാൻ പറ്റില്ല. അബിയോട് പറഞ്ഞാൽ അവൻ അവൻ്റെ അമ്മയോട് പറയും, പിന്നെ ഇത് വലിയ വിഷയമാവും. മുത്തശ്ശി പറഞ്ഞ പോലെ ജലജട കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ പാട്ടാകുമെന്ന് പറഞ്ഞ അവസ്ഥയാകും. അതുകൊണ്ട് എക്കാരണം കൊണ്ടും അമ്മയും ആവിയും അറിയാൻ പാടില്ല എന്ന് തന്നെ നവ്യ വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി സ്റ്റോറിയൊക്കെ നമ്മൾ അടുത്ത വീട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.